കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് സാബു തോമസ് മരിച്ചത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ച് ഇറക്കിവിട്ടെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് മുൻ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുത്തു. ഞങ്ങൾ 1.5 വർഷമായിട്ട് ഈ ബോർഡ് മെമ്പേഴ്സും ഉണ്ട്, ഇതിനകത്ത് എല്ലാ ആൾക്കാരുണ്ട്. അവരെല്ലാം പല രീതിയിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 1.5 വർഷമായിട്ട് ഞങ്ങൾ ഈ വെളയാങ്കുടിയിൽ ഒരു സ്ഥലം മേടിക്കാനായിട്ടുള്ള അഡ്വാൻസിന് വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. ആ അഡ്വാൻസ് തരാതിരിക്കാൻ വേണ്ടി ഓടി വന്ന് റെജി കടയിലോട്ട് വന്നു. റെജി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് പൈസ പറഞ്ഞാൽ തരാൻ പറ്റുന്ന കേസാണ്. അത് അന്ന് ഞങ്ങൾക്കൊരു 10-50 ലക്ഷത്തിന് മുകളിൽ പൈസ അവിടെ കിടപ്പുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾ ചോദിച്ചത്. ആ സമയത്ത് ഞങ്ങളെ മാക്സിമം ഇട്ട് കഷ്ടപ്പെടുത്തി. ഞാനൊരു 150 തവണയിലും ബാങ്ക് കയറി ഇറങ്ങിയിട്ടുണ്ട്. തെളിവുകൾ ഹാജരാക്കിയിട്ടും CPM നേതാവ് VR സജിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും മേരിക്കുട്ടി ആരോപിച്ചിരുന്നു. പോലീസിൻ്റെ അന്വേഷണം അവർ കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട്. പക്ഷേ ഇത്ര 3.5 മാസത്തോളം ആയില്ലേ, ഒരു കാര്യങ്ങളും നീങ്ങുന്നില്ല. അത്രയും അങ്ങോട്ട് സാർമാർ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അതിനൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തവരെല്ലാം തിരിച്ചെടുത്തു. അത് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. നീതി ലഭിക്കണമെന്ന് പറഞ്ഞാൽ 19-ാം തീയതി അതിക്രൂരമായ രീതിയിൽ സാവുവിനെ പീഡിപ്പിച്ച ഓഡിയോകൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് രാവിലെ ആദ്യമേ സെക്രട്ടറിയായ റെജിയെ വിളിക്കുന്നു. റെജി പറഞ്ഞു ബാങ്കിലേക്ക് വരണ്ട, പൈസയ്ക്ക് ഇപ്പം ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരണ്ട, അങ്ങനെയുള്ള ഓഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് 10:30 ആയപ്പോഴത്തേനും സാവു ബാങ്കിൽ പൈസയ്ക്ക് ചെല്ലുന്നു. പൈസയ്ക്ക് ചെല്ലുമ്പം ബിനോയി എന്ന് പറഞ്ഞ പ്രതി സാവുവിനെ പിടിച്ച് തള്ളി. തൻ്റെ ഒരു കോപ്പ് കാശെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് തള്ളി. ആ തള്ളോടെ ആൾ ഭയങ്കരമായിട്ട് ഷോക്കായി. അത് കഴിഞ്ഞ് റെജി, സുജ, ബിനോയ് ഇവർ 3 പേരും കൂടെ സാവുവിനെ പരമാവധി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. അത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് സാവു വീട്ടിൽ വരുന്നു. ആ ഓഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ ക്ലിയറായിട്ടുള്ള തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.